ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകുന്നത് സെയിൻസ്ബറിയിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടാണ്. ഒരു അത്യാവശ്യമായിട്ട് ഒരാഴ്ചത്തേനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയിലൂടെയൊക്കെ എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളത് കാണിക്കുന്നത്. ഈ പൂവിനെ നിങ്ങൾ കണ്ടിട്ട് പൂവല്ല, ഒരു സാധനം അപ്പോൾ അതുപോലെ ഒരു സാധനം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ സമ്മർ ടൈമിൽ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നടന്ന് മെയിൻ റോഡിലെത്തി. നമ്മുടെ മെയിൻ റോഡ് പോലെ വലിയ ബിസിയൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ വണ്ടിയൊക്കെ ഉണ്ട്. കണ്ടോ, ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ, ഞെക്കണം. അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടോ നടക്കാനായിട്ടുള്ളത്. അപ്പം എനിക്ക് നടക്കാം കേട്ടോ. ഞാൻ നടന്നെങ്കിൽ ഇതൊരു ഗ്രൗണ്ടാണ്, ഒരു പാർക്ക് പോലെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പം കുറച്ചും കൂടെ അടുത്താണ്. അപ്പോൾ 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേരോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോവാം. ആ കൊച്ചൊക്കെ പോകുന്നിട്ട് എനിക്ക് പേടിയായിരുന്നു, ഇപ്പോൾ വീഴുമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കണ്ടോ. ആ ചെക്കൻ പോകുന്നത് കണ്ടോ, ഇപ്പോൾ വീഴത്തില്ലേ. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ചീത്തയും വിളിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ നടന്ന് അപ്പോൾ ഒരു അപ്പൂപ്പനെ കണ്ടു. ആ അപ്പൂപ്പനോടൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അപ്പോൾ കണ്ടോ കുട്ടി വീണ്ടും വന്നു. അവൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ഞാൻ ഒരു ഹായ് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തില്ല അവൻ. അപ്പോൾ അങ്ങനെ ഇതാ പിള്ളേരുടെ അമ്മ കേട്ടോ. അപ്പോൾ അവർ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവുക. അപ്പോൾ ആ കൊച്ചു ആ പൂവല്ല ആ സാധനം പറിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചിരിച്ച്. അപ്പോൾ അവരിങ്ങനെ പോയി എങ്ങനെ പോവാ കണ്ടോ. ആ സൈഡിൽ കൂടെ പോകുന്ന ഒരു ഇടവഴിയിൽ വെച്ച് ഇവരെ പെട്ടെന്ന് കാണാതായേ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവരെ കാണുന്നില്ല. കണ്ടോ, നോക്കിയപ്പോൾ ഈ ഇടവഴി കൂടെ പോവാം. അപ്പോൾ ഇവിടെയൊക്കെ മെയിൻ റോഡിലല്ല സ്കൂളൊക്കെ വരുന്നത്, സൈഡിലായിട്ടുള്ള ഇതിൽ. അതുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയയുടെ ഇടയ്ക്കൂടെ. അപ്പം ഞാൻ പോകുന്ന സ്ഥലം എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് 2 മിനിറ്റേ ഉള്ളൂ. ഒരു ഓറഞ്ച് ഇതാണ് സെയിൻസ്ബറിയുടെ ബോർഡ്. അപ്പോൾ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിനി ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത്. അപ്പോൾ ഞാൻ ക്രോസ് ചെയ്ത് വന്നു. അപ്പോൾ അതാണ്ട് അവരുടെ വലിയ വണ്ടി പോവുക, സാധനങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് ഇതൊക്കെ അവരുടെ കാർ പാർക്കിംഗ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വേറെ ചെറിയ കടകളും ഇതൊക്കെ ഉണ്ട്. ഒരു ബാർബർ ഷോപ്പുണ്ട് അതിൻ്റെ പുറത്ത്. പിന്നെ വന്നിട്ട് ഒരു കീയുടെ ടിംസൺ എന്ന് പറഞ്ഞൊരു ഷോപ്പ്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ സെയിൻസ്ബറിയുടെ ഒരു ക്യാഷ് വിഡ്രോവൽ ഒരു ബാങ്ക് പോലൊരു സംഭവമുണ്ട്. ഇനിയാണ് നമ്മൾ ട്രോളി എടുക്കുന്നത്. അപ്പം ഞാൻ ട്രോളി എടുത്തു. ഞാൻ പോകുന്നു. ക്യാമറ ഒരു കയ്യിലുണ്ടായിട്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ട്രോളി. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ട്രോളി ഇങ്ങോട്ട് പോകും. അങ്ങനെ ഒരു കണക്കിന് ഞാൻ എത്തി. അപ്പോൾ ആദ്യമേ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പോയി ഒരു ബനാന എടുത്തു. അപ്പോൾ പൈസ നോക്കിയപ്പോൾ കുറവ്. അപ്പം വീണ്ടും ഒരു ബനാന എടുത്തു. പിന്നെ ഞാൻ പോയി ഓറഞ്ച് എടുത്തു. അത് കഴിഞ്ഞ് കുറേ ഓറഞ്ച്, നാരങ്ങ എടുത്തു, ഉള്ളി എടുത്തു, വീണ്ടും ഒരു ഉള്ളി എടുത്തു, ഗാർലിക്, ഹായ് ക്യാരറ്റ്. ഈ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ഈ റാബിറ്റിൻ്റെയൊക്കെ ഇത്, അവർ റാബിറ്റ് കഴിക്കുന്ന ക്യാരറ്റിന് എപ്പോഴും ഇല ഉണ്ടാവും. അയ്യോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ക്യാബേജ് എടുത്തായിരുന്നു കേട്ടോ. അത് ഞാൻ തക്കാളി എടുത്തു. 1 തക്കാളി, രണ്ടാമത് വീണ്ടും ഒരു തക്കാളി നല്ലോണം യൂസ്ഫുള്ളായിരിക്കും. ഇഞ്ചി ഉണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിൽ നിന്ന് മാന്തി എടുക്കുന്നത്. ഇവിടെ ഞാൻ പാക്കറ്റിൽ കട്ട് ചെയ്ത് ഇഞ്ചിയാണ്. പിന്നെ ഞാനൊരു മല്ലിയില എടുത്തു. പിന്നെ ഞാൻ അവിടെ കിടന്ന് നോക്കുന്നത് കറിവേപ്പിലയാണ്. ബട്ട് ഞാൻ കുറേ നോക്കി കണ്ടില്ല. പിന്നെ ഞാൻ പച്ചമുളക് എടുത്തു. പിന്നെ അവിടെ റോസ്മേരി അതുപോലെ തന്നെ മിൻറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. പിന്നെ കുറേ കട്ട് വെജിറ്റബിൾസും ഗ്രീൻസും ഒക്കെ ആയിരുന്നു അവിടെ ഇരുന്നത്. ഒരു കുക്കുംബറും എടുത്തു എൻ്റെ ഇടയ്ക്ക്. പിന്നെ ഞാൻ ബീൻസ് നോക്കി. ബീൻസിന് നോർമലി വില കൂടുതലായിരുന്നു. അപ്പോൾ വേറൊരു പാക്കറ്റിൽ ഉള്ളത് ഞാൻ അങ്ങ് എടുത്തു. പിന്നെ ഞാനിങ്ങനെ പോവാട്ടോ. പോകുമ്പം എനിക്ക് വേണ്ടതൊന്നും ഞാനങ്ങനെ കണ്ടില്ല. ചിക്കൻ വേണം. അപ്പോൾ ആ സാദ്യം കാണിച്ച പോർക്കാട്ടോ ഒന്നും കഴിക്കില്ല. ചിക്കൻ പലതരത്തിലുണ്ട്. തൊട, കാല്, വിങ്സ്, കഴുത്തില്ല. ഇതാണ് തൈസാണ് ഞാനെടുത്തത്. ഞാൻ അത്ര റേറ്റ് കുറവ്. ഇത് ഫുൾ ചിക്കനാണ്. പിന്നെ ഇവിടെ സാൽമണ്, ട്യൂണ, അങ്ങനെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ട്യൂണ കണ്ടോ, യെല്ലോ ട്യൂണ. നമ്മുടെ നാട്ടിൽ എൻ്റെ പേരെന്തോ ചൂര. അപ്പോൾ അതുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. മയണൈസ് അവിടെ ഹാഫ് പ്രൈസ് എന്ന് കണ്ടുകൊണ്ട് മാത്രം ഞാൻ പോയതാണ്. അപ്പോൾ ഞാനൊരു മയണൈസ് എടുത്തു, ഹെർഷീസിൻ്റെ. പിന്നെ ഞാൻ പോയപ്പോൾ കുറേ കൊഞ്ച്,
ഇത് കണ്ടോ, ഇതിൻ്റെ പേരെന്തായിരുന്നു, മ്യൂസിൽസ്, അതുണ്ടായിരുന്നു. അത് കണ്ട് പോയി. പിന്നെ ഇത് കുക്ക്ഡ് ഫുഡാണ്. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുമ്പം ഇവിടെ നിന്നൊരു പാക്കറ്റ് എടുത്തിട്ട് പോകും, അവിടെ പോയി കഴിക്കാം, അങ്ങനെയുള്ളൊരു ഇതിൽ. പിന്നെ പിസ്സ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചീസാണ്, വെറൈറ്റീസ് ഓഫ് ചീസാണ്. ഇത് ഡയറി പ്രോഡക്ട്സ്. ഇവിടെ കുറേ തൈരും യോഗേർട്ട് അങ്ങനെ. അപ്പം ഞാനെടുത്ത് ഇത് നാച്ചുറൽ യോഗേർട്ട് എന്ന് പറഞ്ഞൊരു തൈര്, സെയിൻസ്ബറിയുടെ തന്നെ, എനിക്കിഷ്ടമാണ്. പിന്നെ ആ ബോക്സിലെടുത്ത് എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഇട്ടൊക്കെ വെക്കാമല്ലോ. പിന്നെ കുറേ ജ്യൂസും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് കണ്ടു, ട്രോപ്പിക്കാനോട് ഇത് കണ്ടു, പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. ഇത് പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ പുഡിങ്ങായിട്ടൊക്കെ കഴിക്കുന്ന കുറേ സാധനങ്ങളാണ്. അതൊന്നും ഞാനങ്ങനെ കഴിക്കാറില്ല, എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ. അങ്ങനെ ഞാൻ പോയി ഇത് മിൽക്ക് ഷേക്ക്, അങ്ങനെ ഞാൻ പാല് കണ്ടു. പക്ഷെ ഞാൻ പാലെടുത്തില്ല, വെയിറ്റായിരുന്നു, ഞാൻ പാലെടുക്കാൻ പോയില്ല. പിന്നെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഇവിടെ. പിന്നെ മുട്ടായിയൊക്കെ കണ്ടു. അപ്പം ഞാനൊരു ഡയറി മിൽക്ക് എടുക്കാനോ എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ 2 ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അതുപോലെ തന്നെ അവിടെ വെച്ച്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ നമ്മുടെ പ്രിങ്കിൾസ് പല വെറൈറ്റീസ് കളേഴ്സിൽ, പിന്നെ സെൻസേഷന്, അങ്ങനെ കുറേ. അങ്ങനെ ഞാൻ മുട്ട എടുക്കാൻ വന്നു. നിങ്ങൾ കണ്ടോ, 1.73 എന്നല്ലേ ഇവിടെ എഴുതിയേക്കണേ. അങ്ങനെ ഞാൻ ഈ മുട്ട എടുത്ത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ട് ഞാൻ ബില്ല് ചെയ്യാൻ പോയപ്പോൾ 3 കൊണ്ട് ഞാൻ പിന്നെ അത് തിരിച്ചു വെച്ചു. നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് എടുക്കുമ്പോൾ പിന്നെ അതല്ലെങ്കിൽ ഇതുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സ് കണ്ടപ്പോൾ ഞാനൊരു കൗതുകത്തോടെ അവിടെ നിന്ന് നോക്കിയതാണ്. എനിക്ക് വേണ്ടതൊന്നും ഇല്ലായിരുന്നു, എല്ലാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കണ്ണിൽ കറി ഫ്ലേവർ മാഗി പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടം കറി ഫ്ലേവർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 4 പാക്കറ്റ് എടുത്തു, എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് കഴിക്കാമല്ലോ. ഞാൻ അങ്ങനെ മാഗി ഇപ്പോൾ കഴിക്കാറില്ല, എന്നാലും എടുത്തതാണ്. പിന്നെ ഇവിടെ ടിൽഡ റൈസ്, ബസ്മതി റൈസ്, അങ്ങനെ നമ്മുടെ കുറേ ബ്രാൻഡഡ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് ഞാൻ സെയിൻസ്ബറിയിൽ കാണുന്നത്. പിന്നെ അങ്ങനെ പോയപ്പോൾ മുട്ടായി കുറേ കണ്ടു. ബട്ട് ഞാൻ മുട്ടായൊന്നും അങ്ങനെ അധികം കഴിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ സെലിബ്രേഷൻസ്, ഡയറി മിൽക്ക്, അതിൻ്റെയൊക്കെ കുറേ ഉണ്ടായിരുന്നേ. പിന്നെ ഞാനൊരു ബോർബോണ്ട് ബിസ്ക്കറ്റ് എടുത്തു. കൊള്ളാവുന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഞാൻ എടുത്തു. പിന്നെ ഇത് മഫിൻസ്, അതും ഞാൻ എടുത്തില്ല, നമ്മൾ ബഡ്ജറ്റ് നോക്കണമല്ലോ. പിന്നെ അവരുടെ ഡോണറ്റ്സ്, പിന്നെ അവരുടെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഞാനതെല്ലാം കണ്ടുപോയി. പിന്നെ ഞാനിവിടെ കെയിൻ ഷുഗർ ആട്ടോ നോക്കുന്നത്. ഞാൻ ആദ്യം നോക്കിയിട്ട് കുറേ തപ്പി, കണ്ടില്ല. അതിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടും അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാനതല്ലാന്ന് വിചാരിച്ചാൽ അപ്പുറത്തൊക്കെ പോയി ചുമപ്പ് സാധനം കണ്ട അതൊക്കെ എടുത്തു. പക്ഷെ അതങ്ങ് പൊടിയായിരുന്നു. എനിക്ക് ഇച്ചിരി ഗ്രാനുവൽസ് പോലെ ഇങ്ങനെ കിടക്കുന്ന തരിയായിട്ട് കിടക്കുന്നതാണ്. അപ്പം ഞാനതെടുത്തു. പിന്നെ ഞാൻ വന്നപ്പോൾ ന്യൂട്ടെല്ലാം ഉണ്ട്, എടുക്കാമെന്ന് വിചാരിച്ചു. പൊട്ടുന്ന ഉപ്പിയൊക്കെ ആണല്ലോ. പക്ഷെ നോക്കിയപ്പോൾ 6 പൗണ്ട്. ഞാൻ പിന്നെ അതവിടെ വെച്ചു. പിന്നെ ബിസ്കോഫിൻ്റെ ഞാനൊരു ന്യൂട്ടെല്ല പോലെ തന്നെ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കണം. ബട്ട് പിന്നെ ഞാനതവിടെ വെച്ചു. പിന്നെ ഇത് നട്ട്സിൻ്റെ സെക്ഷനാണ്. നട്ട്സിൻ്റെ സെക്ഷനിൽ കുറേ ഞാൻ കണ്ടു, ബട്ട് ഓൾറെഡി മേടിച്ചതിൻ്റെ കുറേ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ എടുത്ത സാധനങ്ങളുമായിട്ട് ഇങ്ങനെ പോയി. കുറച്ച് ഫ്രോസൺ പീസ് എടുത്തു, ഫ്രോസൺ കോൺസ് എടുത്തു, സ്വീറ്റ് കോണില്ലേ, അത് ഞാൻ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് വെച്ചാൽ അതും എടുത്തു. പിന്നെ ഞാനിങ്ങനെ പോയപ്പോൾ കുറേ ഐസ്ക്രീമും പിന്നെ ഇവരുടെ യോർക്ക്ഷയർ പുഡിങ്ങോ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ കണ്ടു, ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെ. പക്ഷെ ഞാനതൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ അധികം അത് അങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം ഞാനതെടുത്തില്ല. കണ്ടോ, ഫ്രഞ്ച് ഫ്രൈസൊക്കെ വലിയ പാക്കറ്റിൽ ഇവിടെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെയൊക്കെ ഉള്ളവരത് മേടിച്ചിട്ട് പോകും കേട്ടോ. പിന്നെ ഞാൻ ഇത് ഡയറി മിൽക്കിൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള കോൺ ഐസ്ക്രീമും അങ്ങനെയൊക്കെ ഐസ്ക്രീം സെക്ഷനാണ്. ഇത് കണ്ടോ, ഇതൊരു സ്വീറ്റ് ഗ്രീൻ സ്മൂത്തി മിക്സാണ്. പക്ഷെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഞാൻ വിളിച്ചത്. പിന്നെ ഇത് ഫ്രോസൺ ഫ്രൂട്ട്സാണ്. ഇത് നമ്മൾ ഈ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കഴിക്കുന്ന സാധനം. അതുകൊണ്ട് ഐസ് വരെ പാക്കറ്റിലിവിടെ കിട്ടുമെന്നേ. പിന്നെ ഇത് ഫ്രോസൺ മീറ്റാണ്. അപ്പോൾ അവിടെ ഓരോന്നൊക്കെ ഇങ്ങനെ ഞാനങ്ങനെ ഫ്രോസൺ മീറ്റ് മേടിക്കാറില്ല. ഒന്നെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആദ്യം എടുത്ത് കാണിച്ചല്ലേ അതുപോലത്തെ അത് എടുക്കും. പിന്നെ ഇത് ടിഷ്യൂവിന് മുമ്പ് കാണിച്ച പിസ്സ, ഇത് ഈ നഗറ്റ്സും ബ്രെഡഡ് ചിക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളാണ്. ഇത് ഞാൻ എടുത്തിട്ടോ. ഇത് എത്ര 1 ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. കാരണം 1.55 ആണെന്ന് പറഞ്ഞാണ് എടുത്തത്. ബട്ട് അതുപോലെ തന്നെ തിരിച്ചു വെച്ചു. ഇത് എടുത്തപ്പോൾ എത്ര 3 അപ്പം മുട്ടയും അത് ഞാൻ തിരിച്ചു വെച്ചു.
പിന്നെ ഇത് കിക്കാറ്റ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ സാധനം. ഞാൻ പിന്നെ ഒരു ഗ്രീൻ ടീ എടുത്തു കേട്ടോ, സെയിൻസ്ബറിയുടെ തന്നെയാണ്. പിന്നെ പല പല ടീസ് ബ്രാൻഡ് നമുക്കിവിടെ കാണാം. ഞാൻ ടെറ്റ്ലിയാണ് നോർമലി യൂസ് ചെയ്യാറ്. പിന്നെ ബിസ്ക്കറ്റ് അത് ഇത്. പിന്നെ ഞാനിങ്ങനെ പോയി അപ്പോൾ ഒരു ചേച്ചീൻ്റെ ഫ്രണ്ടിൽ കയറി വന്നുണ്ടോ. ആ ചേച്ചി പിന്നെ ഏതാണ്ട് ഫ്രൂട്ട് ഷോട്ട് ഏതാണ്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും കുടിക്കാത്തതുകൊണ്ട് എടുത്തില്ല. പിന്നെ നമ്മൾ ആദ്യം വന്ന സെഷനിലോട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പം ഞാൻ ഒരു സൈഡിൽ കൂടെ അല്ല വന്നത്. അപ്പം ഞാൻ മറ്റേ സൈഡിൽ എനിക്കൊരു പൊട്ടറ്റോ എടുക്കണമായിരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് വില നോക്കിയിട്ട് ഒരു പാക്കറ്റ് ഉരുളക്കിഴങ്ങ് എടുത്തു. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ നോക്കിപ്പോയി. ഞാനൊന്നും എടുത്തില്ല. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാനങ്ങനെ കഴിക്കത്തില്ല. ഫ്രൂട്ട്സ് ഞാൻ മാങ്ങ നോക്കി, പഴുത്ത മാങ്ങ അതൊന്നും ഇവിടെ കിട്ടാതെ. പിന്നെ കുറേ ബൊക്കയും ഫ്ലവറും. പിന്നെ ഇത് നല്ല ക്യൂട്ടല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഇത് കണ്ടോ, ഞങ്ങളിവിടെ കോഴിവാലും ചെടിയോ അങ്ങനെ എന്തോ ഒരു സാധനം പറയട്ടോ ആ വയലറ്റിന്. ബട്ട് എന്തുമായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ ട്രോളിയുമായി എൻ്റെ സാധനങ്ങളുമായി ബില്ലിംഗ് സെഷനിലേക്ക് പോന്നു. ആദ്യമേ ഞാനൊന്ന് ചമ്മി, അത് ഇവരുടെ ആൾക്കാർ മാത്രം നിൽക്കുന്നായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്കൂടൊക്കെ എങ്ങനെയോ പോയി ഒരിടത്ത് എത്തി. ഞാൻ സ്കാൻ ചെയ്യട്ടോ. എനിക്ക് ഒറ്റ കയ്യിൽ ഇത് വെച്ചിട്ട് മാനേജ് ചെയ്യട്ടോ. ഇങ്ങനെ നൈസായിട്ട് ഫോണെടുത്തങ്ങ് കൊടുക്കും. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്യുന്നു, വരുന്നു, എടുത്ത് വെക്കുന്നു. അങ്ങനെ ലാസ്റ്റ് 2 സഞ്ചി സാധനങ്ങളുമായി ഞാൻ സെയിൻസ്ബറിയിൽ നിന്ന് യാത്രയാകുന്ന സുഹൃത്തുക്കളെ. ഇതുകൊണ്ട് ഞാനിനി നടക്കണമല്ലോ എന്ന് വെച്ചിട്ട് ക്യാമറ ഒരു കയ്യിലുണ്ടായില്ലേ. ട്രോളി ഞാൻ നീക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നില്ല. നല്ല നല്ല പാടുണ്ട്. എന്നാലും ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടിടിച്ചു. കാണാൻ നിങ്ങൾക്ക് പട്ടക്കോ എന്ന് പറഞ്ഞിടിച്ചു. അതവിടെ ഫോൺ മാറിപ്പോയത്. അങ്ങനെ ഞാൻ ആ സാധനം 2 കവറിലുള്ള സാധനങ്ങളും ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടുന്നുണ്ട്. ഒരു തരത്തിലാണ് ഞാൻ ഇത്രയും നടക്കണമല്ലോ എന്നൊക്കെ വെച്ച് വിഷമിച്ച്. അപ്പോൾ സെയിൻസ്ബറി ബൈ. അങ്ങനെ ഞാനിങ്ങനെ ഹരിതാപവും പച്ചപ്പൊക്കെ കണ്ട് കുറച്ചേരം ഇരുന്ന് ക്ഷീണിച്ചു കേട്ടോ. കുറച്ചേരം ഇരുന്നിട്ട് ഞാനിങ്ങനെ അവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കുറേ പൂക്കളും കായ്കളും ഒക്കെ കണ്ടു. ഇലകളും ചുമന്ന കളറുള്ള ഇലയൊക്കെ കണ്ടു. അങ്ങനെ ഇതെല്ലാം കണ്ട് അപ്പതാണ്ട് ഒരമ്പലം 3 പട്ടികളുമായി പോകുന്നു. 3 തരത്തിലുള്ള പട്ടി. 3നെയും കൂടെ ഒരൊറ്റ തൊടലിലായിട്ടേക്കണം. അല്ല 2 തൊടലിലായിട്ടേക്കണം. ആ വെള്ള 2 പട്ടീനെ ഒരു തൊടൽ. അപ്പോൾ സെയിൻസ്ബറി ബൈ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണാം.